നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും ഉണ്ട്, മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും ഉണ്ട്. ഈ രണ്ട് പാർട്ടിയിൽപ്പെട്ട ആളുകളും മാറി മാറി അവിടെ ഭരിച്ചിട്ടുണ്ട്, ഒന്നിച്ചും ഭരിച്ചിട്ടുണ്ട്. ഈ ഒന്നിച്ച് ഭരിക്കുകയാണെങ്കിലും ഒക്കെ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് പശുപതിനാഥ ക്ഷേത്രത്തിലാണ്. മലബാറിൽ നമുക്കറിയാമല്ലോ, ഗോപനറിയാമല്ലോ, സാക്ഷരതാ പ്രവർത്തനത്തിനൊക്കെ നടക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തുകളിലെ ആലോചനാ യോഗങ്ങൾ നടക്കാറുണ്ട്. ആ ആലോചനാ യോഗങ്ങൾ നടക്കുമ്പോൾ വാങ്കുവിളിയുടെ സമയം വരികയാണെങ്കിൽ ഇതിനകത്തെ അംഗങ്ങൾ അപ്പം തന്നെ ആ യോഗത്തിൽ നിന്ന് മാറി അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് അതിൽ നിസ്കാരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ നിൽക്കുന്ന പാർട്ടികൾ ചെയ്യേണ്ടത് അവരുടെ മെമ്പർമാരെ ദേവസ്വം ബോർഡിലേക്ക് വിടരുത്. അതാണ് മാന്യത, അതാണ് അന്തസ്സ്, അതാണ് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എന്ന് പറയുന്നത്. അതിന് വിടാതെ മോട്ടിക്കാനായിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അമ്പലത്തിനെ കുറ്റം പറയുക, ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുക. ഇടതുപക്ഷ ലേബലിൽ നിന്ന് മത്സരിച്ച ഐഷ പോറ്റി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. CPIMൻ്റെ നോമിനിയായിട്ട് മത്സരിച്ച വീണ ജോർജും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഐഷ പോറ്റിയോട് ശാസിച്ചു. ഐഷ പോറ്റിയെ വിശദീകരണം ചോദിച്ചു, ശാസിച്ചു. വീണ ജോർജിനോട് വിശദീകരണം ചോദിക്കുമെന്ന് പറയുക പോലും ചെയ്തില്ല. ഉണ്ട് സാറേ. ഇപ്പോൾ നിരീശ്വരവാദി, രാഷ്ട്രീയക്കാർ നിരീശ്വരവാദികളുണ്ട്, ഈശ്വരവാദിയുണ്ട്. മോഷ്ടിക്കുന്ന ഈശ്വരവാദിയും നിരീശ്വരവാദിയും ഒന്നുമില്ല. അമ്പലത്തിനകത്ത് കയറി പൂജ ചെയ്യുന്നു, മോഷ്ടിക്കുക പിന്നെ നിരീശ്വരവാദിയെ പറയാനാണ്. പക്ഷേ എങ്കിൽ പോലും കുറച്ചു കാലം ഈ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന G. സുധാകരനെ അദ്ദേഹത്തിൻ്റെ കാലത്തെ അഴിമതി തടയാൻ, അദ്ദേഹം നിരീശ്വരവാദിയാണ് എന്നാണ് സങ്കല്പം, ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ആ സമയത്ത് അദ്ദേഹം ഈ ശബരിമല കൊള്ള തടയാൻ ചില കാര്യങ്ങൾ എടുത്തതായിട്ട് ദേവസ്വം ബോർഡിലെ റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. G. സുധാകരൻ നല്ല ഭരണകർത്താവായിരുന്നു, അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. ആ കഴിവ് അദ്ദേഹം കൈകാര്യം ചെയ്ത വകുപ്പുകളിലെല്ലാം അദ്ദേഹം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സാമർഥ്യമാണ് ദേവസ്വം ബോർഡിനും പ്രയോജനപ്പെട്ടത്. അതുകൂടാതെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ പുരാണ പാരായണം നടത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ ആ പുരാണ പാരായണം നടത്തിയ ആ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹം. G. സുധാകരൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ വക്താവായിരുന്നു. പഠിക്കുന്ന കാലം തൊട്ട് അതിനോട് പ്രതിബദ്ധത കാണിച്ച ആളാണ്. പക്ഷേ ആ ഒരു നാട്ടിൽ, വിശേഷിച്ച് ആ ഓണാട്ടുകര പ്രദേശങ്ങളിൽ, കായംകുളം, മാവേലിക്കര, ശൂരനാട് പ്രദേശങ്ങളിൽ ഒരു 41 ദിവസം മണ്ഡലക്കാലത്ത് പുരാണ പാരായണം നടക്കും. ആ പുരാണ പാരായണത്തിൻ്റെ ഒരു സംസ്കാരം അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരാളെ ആയതുകൊണ്ടും കൂടി ആവണം അദ്ദേഹത്തിൻ്റെ ഭരണത്തിനകത്ത് നമ്മൾ ഈ ഇത്തരം മാറ്റങ്ങൾ കണ്ടത്. പക്ഷേ വളരെ ഹ്രസ്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത്. എങ്കിലും ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മന്ത്രിമാർ അവിടെ കയ്യും കെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രയാസം തോന്നിയിട്ടുണ്ട് എനിക്ക്. പ്രയാസമൊന്നും അവജ്ഞയാണെന്ന് തോന്നിയിട്ടുള്ളത്. പ്രയാസം എന്ന് പറഞ്ഞാൽ അവജ്ഞ എന്നുള്ള വാക്ക് ആണ് ഞാൻ പറയേണ്ടത്. പക്ഷേ എൻ്റെ സംസ്കാരത്തിൽ അത്രയും എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഒരിക്കൽ ഒരു മെമ്പർ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നോമിനിയായിട്ട് ദേവസ്വം ബോർഡിൽ വന്നയാളാണ്. രാഘവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും ഞാനും കൂടി ഒരു പ്രഭാഷണം നടത്താനായിട്ട് ശാസ്താംകോട്ടയിൽ വിളിച്ചു. അപ്പോൾ ഞാൻ പോയി, അദ്ദേഹവും വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രഭാഷണം തുടങ്ങാനായിട്ട് കുറച്ച് സമയമുണ്ട്. ആ സമയം ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു, മെമ്പർ ഒരു കാര്യം ചെയ്യണം, വന്നാൽ ഞാൻ ഈ ശാസ്താംകോട്ട അമ്പലത്തിലെ ചില ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ കാണിച്ചു തരാം, അതൊന്ന് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ വരത്തില്ല, ഞാൻ അമ്പലത്തിൽ വന്നാൽ അത് ആരെങ്കിലും കാണും, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാളെ ഇത് താൽക്കാലികമാണ് ഈ ഭരണസമിതി അംഗത്വം, അത് കഴിഞ്ഞിട്ട്
ഞാൻ തിരിച്ച് പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. അങ്ങനെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോകുമ്പം എൻ്റെ വില വളരെ കുറഞ്ഞിരിക്കും, ഇടിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളാണ്, അവിടെ ഭരിക്കുന്നത് എന്ന് അറിയാമായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. കേട്ടിട്ടുണ്ട്. അവർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ രാജാവിൻ്റെ കാലത്തല്ല, ജനാധിപത്യ സംവിധാനം നേപ്പാളിൽ വന്നതിന് ശേഷം നേപ്പാളിലെ പ്രധാനമന്ത്രി, അവിടെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഇവിടുത്തെ പോലെ. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും ഉണ്ട്, മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും ഉണ്ട്. ഈ 2 പാർട്ടിയിൽപ്പെട്ട ആളുകളും മാറി മാറി അവിടെ ഭരിച്ചിട്ടുണ്ട്, ഒന്നിച്ചും ഭരിച്ചിട്ടുണ്ട്. ഈ ഒന്നിച്ച് ഭരിക്കുകയാണെങ്കിലും ഒക്കെ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് പശുപതിനാഥ ക്ഷേത്രത്തിലാണ്. പശുപതിനാഥ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് പൂജാരി കൊടുക്കുന്ന ഭസ്മം നെറ്റിയിൽ പൂശിയാൽ അവർ പ്രധാനമന്ത്രിയായിട്ട് നേപ്പാളിലെ ജനങ്ങൾ അവരെ അംഗീകരിക്കുകയുള്ളൂ. തീർന്നില്ല, അതിനടുത്തൊരു തലേജ ക്ഷേത്രമുണ്ട്. ഭൈരവി ക്ഷേത്രത്തിനാണ് അവരെ തലേജ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ തലേജ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ആടിനെ കുരുതി കൊടുക്കും. ആ ആടിൻ്റെ ചുടുനിണം ഗോപിക്കുറി തൊടും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട മന്ത്രി അവിടെ പോയി ആടിനെയും കുരുതി കൊടുത്ത് ഈ ചോര കൊണ്ട് കുറിയിടുന്നത് കണ്ടിട്ടുണ്ട്. യാദൃച്ഛികമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ഒരു ഔട്ട്സൈഡറായിട്ടുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു എന്ന് അവരെങ്ങനെയോ അവരറിയാതെ പോയി. അറിയുമായിരുന്നെങ്കിൽ എന്നെ അവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിന് ഇതൊരു തടസ്സമല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് എന്ത് ന്യായീകരണമായിരിക്കും പറയാനുള്ളത്? ചുരുങ്ങിയ പക്ഷം അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയാവുകയല്ലേ ചെയ്യുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം. മലബാറിൽ നമുക്കറിയാമല്ലോ, ഗോപനറിയാമല്ലോ, സാക്ഷരതാ പ്രവർത്തനത്തിനൊക്കെ നടക്കുന്ന സമയത്ത് ഈ പഞ്ചായത്തുകളിലെ ആലോചനാ യോഗങ്ങൾ നടക്കാറുണ്ട്. ആ ആലോചനാ യോഗങ്ങൾ നടക്കുമ്പോൾ വാങ്കുവിളിയുടെ സമയം വരികയാണെങ്കിൽ ഇതിനകത്തെ അംഗങ്ങൾ അപ്പം തന്നെ ആ യോഗത്തിൽ നിന്ന് മാറി അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് അതിൽ നിസ്കാരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങളെന്താ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുവാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഭരിക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡൻറ്റ് പോലും ധൈര്യപ്പെടത്തില്ല. അപ്പോൾ അതാത് സമിതികളിലെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ ആ മാനദണ്ഡം പാലിക്കുകയാണ് വേണ്ടത്. ദേവസ്വം ബോർഡ് മെമ്പറായ രാഘവൻ ചെയ്തത് തെറ്റാണ് എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. സാറേ, അത് പിന്നെ സാർ ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, കുറച്ചാൽ മുമ്പ് ഞാൻ SRC ഡയറക്ടറായിട്ട് സമയത്ത് ബംഗാളിൽ പോയി. അപ്പോൾ ബംഗാളിൽ പല പാർട്ടി നേതാക്കന്മാരും, അവിടെ ചെന്ന ബംഗാളിലെ പിന്നെ SRC ഡയറക്ടർ നന്ദിനി ഖജൂരി ആയിരുന്നു. അവരുടെ ഹസ്ബൻഡ് CPMൻ്റെ അവിടുത്തെ ഒരു നേതാവാണ് ഖജൂരി. അവരൊക്കെ നല്ല ദൈവവിശ്വാസികളാണ്. എനിക്ക് തോന്നുന്നത് ബംഗാളിൽ നടക്കുന്ന കാളി പൂജകളുണ്ടല്ലോ, ആ കാളി പൂജകൾക്ക് പലതിനും നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റികളാണ്. അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. അവർ കടുത്ത, അതുപോലെ തന്നെ ശ്രീരാമ പരമഹംസൻ്റെ ക്ഷേത്രം, അവിടെ നിന്ന് വിവേകാനന്ദനെ കാണും, അദ്ദേഹമാണ് വന്നത്. അദ്ദേഹം ബംഗാളിലെ കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ, ബംഗാളിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എത്ര അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം. കൽക്കട്ട സിറ്റി കമ്മിറ്റിയുടെ സെക്രട്ടറി സംതിങ് ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണ് ഖജൂരി. എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം അത്, എത്ര അഭിമാനത്തോടു കൂടിയാണ് അത് പറയുന്നത്. ഇപ്പോൾ ഇത് സാറ് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ ബീഹാറിലെ CPM സ്ഥാനാർത്ഥി വാൾ പോസ്റ്റ് അടിച്ചു. സാറ് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എനിക്കൊരാൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തയച്ചു തന്നു. CPIM സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം, അദ്ദേഹം അടുത്തിരിക്കുന്നത് വേറൊരു ഭാഗത്ത് മുകളിലായിട്ട് ഹനുമാൻ്റെ പടം. ഹനുമാൻ തുണയിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നത്. ഹനുമാൻ തുണയിൽ വോട്ട് ചെയ്തിരിക്കുകയാണ് CPMൻ്റെ സ്ഥാനാർത്ഥി. ഇപ്പോഴിവരാവശ്യപ്പെടുന്നു എല്ലാവരും അമ്പലത്തിൽ പോയി അമ്പല കമ്മിറ്റിയിൽ ഇരിക്കണം. ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഒരു പ്രസ്ഥാനത്തിന് വന്ന തകർച്ചയുടെ കാര്യം ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ വേറൊരു മന്ത്രി പോയി അദ്ദേഹത്തിന് തീർത്ഥം കൊടുത്തപ്പോൾ അങ്ങനെ ഇങ്ങനെ കളഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ, എന്തിനാണ് ആ മന്ത്രിയുടെ പേര് പറയുന്നത്? അല്ല, രാധാകൃഷ്ണനായിരുന്നു. ശരി, രാധാകൃഷ്ണനാണ് തീർത്ഥം കൊടുത്തപ്പോൾ കളഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രൻ പക്ഷേ ഗുരുവായൂർ പോയി തൊഴുന്ന ചിത്രം ഞാൻ കണ്ടു. അത് ശരി, തൊഴുന്ന കണ്ടു. അത് അത്രയെങ്കിലും മാന്യത കടകംപള്ളി കാണിച്ചു.
വാസവൻ അവിടെ പോയി നിൽക്കുകയാണ്. വാസവൻ എന്തിനവിടെ പോയി നിൽക്കുന്നു? വാസവൻ്റെ പിൻഭാഗം കണ്ട് തൊഴാനാണോ ഭക്തന്മാർ അവിടെ നിൽക്കുന്നത്? കുറഞ്ഞ പക്ഷം ആ പൃഷ്ഠമെങ്കിലും അവിടെ നിന്ന് മാറ്റി ജനങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യം കൊടുത്തുകൂടി? തൊഴാനുള്ള സൗകര്യം. ഞാനിത് പിന്നെ ജി സുധാകരൻ്റെ സംസാരിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു, ഞാൻ തൊഴുന്നത് കാപട്യമാണ്. പക്ഷേ ഞാൻ ആ ഡയറ്റിയെ ആദരിച്ചുകൊണ്ട് കൈ കൂപ്പിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, ആദരവോടെയാണ് ഞാൻ അവിടെ നിന്നതെന്ന് ജി സുധാകരൻ ഒരിക്കലും ഇത് സംസാരിച്ചപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം എടുക്കാൻ പോയപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ നിൽക്കുന്ന പാർട്ടികൾ ചെയ്യേണ്ടത് അവരുടെ മെമ്പർമാരെ ദേവസ്വം ബോർഡിലേക്ക് വിടരുത്. അതാണ് മാന്യത, അതാണ് അന്തസ്സ്, അതാണ് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എന്ന് പറയുന്നത്. അതിന് വിടാതെ മോട്ടിക്കാനായിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അമ്പലത്തിനെ കുറ്റം പറയുക, ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുക, ഈ ഒരു അധമ സംസ്കാരം സമ്പൂർണ്ണ സാക്ഷരത നടന്ന കേരളത്തിലെ നേടിയത്. പിന്നെ ഇവിടെ എങ്ങനെയാണ് അമ്പലക്കൊള്ള നടക്കാതിരിക്കുന്നത്? അമ്പലക്കൊള്ള നടന്ന ഈ 10 വർഷത്തിന് ശേഷമല്ലേ സാർ ആലോചിച്ച് നോക്കണം. കള്ളന്മാർ, കൊള്ളക്കാർ, എന്താ സാർ ഇത്? ദേവസ്വം ബോർഡുകളുടെ ഒരു ഗൗരവപൂർണമായ ഒരു അനാസ്ഥയും ഒക്കെ നടക്കുന്നത് 1970 ശേഷമാണ്. അപ്പോൾ അതിനകത്ത് കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ ഒരു കാലം വരികയാണ്. അറിയാമല്ലോ, 1970 തൊട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിരുന്നു പലപ്പോഴും, മാറി മാറി വന്നിരുന്നു. എങ്കിലും ആദ്യകാലത്തൊക്കെ ആ ഇടതുപക്ഷ ഭരണത്തിൻ്റെ കാലത്തായിരുന്നു. അപ്പോൾ അന്നാണ് ഈ ഒരു ഗൗരവമായിട്ട് ഇതിനെപ്പറ്റി പൊതുജനം അറിഞ്ഞത്. ഈ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യന്മാർ പോലും ഒരു ആശയക്കുഴപ്പത്തിലാണ്. അവർക്ക് പിന്നെ ക്ഷേത്രവിശ്വാസികളുടെ വോട്ട് വേണം, ക്ഷേത്രവിശ്വാസികളുടെ പിന്തുണ വേണം. പക്ഷേ ആ ക്ഷേത്ര വിശ്വാസങ്ങളെ അവർ അനാദരിക്കുന്നതായിട്ട് അവരുടെ കമ്മിറ്റികളിൽ അവർക്ക് സ്ഥാപിക്കുകയും വേണം. ഞാൻ വളരെ 2 കാര്യങ്ങൾ പറയാം. ഇടതുപക്ഷ ലേബലിൽ നിന്ന് മത്സരിച്ച ഐഷ പോറ്റി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. CPIMൻ്റെ നോമിനിയായിട്ട് മത്സരിച്ച വീണ ജോർജും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഐഷ പോറ്റിയോട് ശാസിച്ചു. ഐഷ പോറ്റിയെ വിശദീകരണം ചോദിച്ചു, ശാസിച്ചു. വീണ ജോർജിനോട് വിശദീകരണം ചോദിക്കുമെന്ന് പറയുക പോലും ചെയ്തില്ല. അപ്പോൾ 2 സമീപനമാണ്. അത് ഒന്ന്, സംഘടിതമായ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ആ ആളിനെ ഒരു സമീപനവും, അസംഘടിതമായ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു വ്യക്തിയോട് മറ്റൊരു സമീപനവുമാണ് അവിടെ നടന്നത് എന്നുള്ളത് വ്യക്തമല്ലേ? CPIMൻ്റെ കാര്യത്തിൽ അവർ ഇരട്ടത്താപ്പാണ് നടത്തിയെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ആണ് സാർ. ഇപ്പം തന്നെ ശബരിമലയുടെ കാര്യം നമ്മൾ പറഞ്ഞു വന്നു. ശബരിമല ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റന്മാരറിയാതെ ഈ കൊള്ള നടക്കില്ല, അതിനകത്ത് അവർ ഉത്തരവാദികളാണ് എന്നാണ് ഇതുമായിട്ട് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരും പോലീസിലുള്ള ഉയർന്ന പല ഉദ്യോഗസ്ഥന്മാരും വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞത്. ശബരിമല സാർ കുറച്ചുകൂടെ അടുത്ത് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ഒരു സംശയം ഇതാണ്, അതായത് ഈ ഒരു കവനൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത് മഹാരാജാവുമായിട്ട്. അപ്പോൾ അതായത് മഹാരാജാവിന് ക്ഷേത്രങ്ങളുടെ മുകളിലൊരു അവകാശം ഉണ്ടായിരുന്നു. ആ അവകാശം മഹാരാജാവ് കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റിനല്ല, മന്ത്രിസഭയ്ക്കല്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനല്ല, ഗവൺമെൻറ് ഓഫ് കേരളയ്ക്കല്ല, മറിച്ച് ട്രാവൻകൂർ ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡൻറ്റും 2 മെമ്പർമാരും അടങ്ങുന്നതാണ്. അപ്പോൾ ഒരു പ്രസിഡൻറ്റും 2 മെമ്പർമാരും അടങ്ങുന്ന ഈ 3 പേരാണ് തിരുവിതാംകൂർ മഹാരാജാവിനുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അവരറിയാതെ ഈ മോഷണം നടന്നു എന്ന് പറഞ്ഞാൽ സാറിന് അത് വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്? എന്താണ് അതിൻ്റെ സാറിൽ നടന്നിരിക്കുന്നത്? ഈ മോഷണത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി കൃത്യമായിട്ട് അവരറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം നമുക്ക് പറയാൻ കഴിയുകയില്ല. പക്ഷേ അവിടെ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ അവരും കൂടി അതിന് ഉത്തരവാദികളാണ്, ഒരു സംശയവുമില്ല. ഞാനിനി കുറച്ചുകൂടി അതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലത്തിലേക്ക് പറയാം. തിരുവിതാംകൂറിലെ ദേവസ്വങ്ങൾ എന്ന് പറയുന്നത്, അമ്പലങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടം എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അമ്പലങ്ങൾ കേണൽ മൺട്രോ അമ്പലങ്ങൾ ഗവൺമെൻറ് കേണൽ മൺട്രോയുടെ കാലത്താണ്. അതിനു മുമ്പ് ഈ അമ്പലങ്ങൾ എന്ന് പറയുന്നതെല്ലാം സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ ഊരാള സമിതികളുടെ
ആഭിമുഖ്യത്തിൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഏറ്റവും സമ്പന്നമായ ദേവാലയങ്ങൾ ഈ പറയുന്ന പോലെ കേണൽ മൺറോയുടെ കാലത്താണ് തിരുവിതാംകൂർ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. കൊച്ചിയിലെ ഗവൺമെൻറ്റും അതുപോലെ കേണൽ മൺറോ തന്നെയാണ് അവിടെയും ദിവാനായിരുന്നത്. അവിടെയും ഇത് എടുക്കുകയാണ്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മാത്രമാണ് രണ്ടിടത്തും എടുത്തത്. അങ്ങനത്തെ കഴിഞ്ഞിട്ട് ഈ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അവിടെ തുല്യ നിലയിൽ വേണം എല്ലാ വിഭാഗങ്ങളെയും കാണേണ്ടത്, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയും കാണേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദേവസ്വത്തിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ഹിന്ദു ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ദേവസ്വത്തിൻ്റെ സെക്രട്ടറി, അതുപോലെ കുറച്ച് കഴിയുമ്പോൾ റവന്യൂ ഭൂമി അല്ലെങ്കിൽ റവന്യൂവിൻ്റെ സെക്രട്ടറി അത് ചിലപ്പോൾ ഹിന്ദു ആയിട്ട് വരിക, ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുണ്ട്. അതുകൊണ്ട് ആണ് ഈ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതിന് പകരം ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അത് കഴിഞ്ഞിട്ട് ദേവസ്വം ബോർഡ് വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ആ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നിയമനമായിട്ട്, നമുക്കറിയാമല്ലോ, മന്നത്ത് പത്മനാഭനെ പോലെയുള്ള, ആർ ശങ്കരനെ പോലെയുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ആദ്യകാലത്ത് ഇതിൻ്റെ ഭാരവാഹികളാകുകയും ഇതിനൊരു അടിത്തറയിടുകയും ചെയ്തുവെങ്കിലും ഫലത്തിൽ അവിടെ ഒരു ബ്യൂറോക്രസിയുടെ ഒരു അഴിഞ്ഞാട്ടമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.